അവർ പ്രകടിപ്പിച്ച കറേജ് അല്ലെങ്കിൽ അതിനോട് വന്നുള്ള ഒരു സംഭവം, അതിനോട് നീതി പുലർത്തുന്ന നിലയിൽ ഈ സൊസൈറ്റിയിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതായത് ഒട്ടും തന്നെ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി കാണിക്കാത്ത നിലയിലുള്ള ജെൻഡർ സെൻസേഷനലിസം ചെയ്തു, ജെൻഡർ സെൻസിറ്റിവിറ്റി ചെയ്തിട്ടില്ല. സെൻസിറ്റിവിറ്റിയോ സെൻസിബിലിറ്റിയോ നമുക്ക് ഉണ്ടാവുന്നതിന് പകരം നമ്മളെല്ലാവർക്കും ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേകതരം ഇക്കിളി സുഖത്തിന് വളരെ കൃത്യമായി നർച്ചർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വളർട്ട് കൊടുത്ത് 8 കൊല്ലം മീഡിയ അടക്കം അതിനെ കൃത്യമായി സെൻസേഷനലൈസ് ചെയ്തു. അല്ല, അതിൽ മീഡിയയുടെ റോള് ഇതിനകത്ത് വളരെ നിർണായകമാണ്. കാരണം ഇതിനെ ഈ നിലയിലേക്ക് ഈ അഞ്ജന പറഞ്ഞ പോലെ ഒരു സെൻസേഷണൽ സാധനം മാത്രമാക്കി നിലനിർത്തുന്നതിൽ മീഡിയയുടെ റോള് വളരെ കൂടുതലാണ്. പിന്നെ അതേസമയം വളരെ പ്രകടമായിട്ടുള്ള, അതായത് ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ജെൻഡർ സെൻസിറ്റിവിറ്റിക്ക് കാണിക്കേണ്ട ഒരു സാധനം ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്നലെയൊക്കെയാണ് ഇത് വരുന്നത്. 90 കേസുകളാണ് വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ 8 വർഷമായിട്ട് ഈ വിചാരണയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ പ്രധാന കുറ്റാരോപിതനെന്ന് പറയപ്പെടുന്ന ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഇടപെടാനോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പം പുതിയ ഒരുപാട് ഓരോ പ്രാവശ്യവും ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് നിയമത്തിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ, കാരണം ഉടനെ തൂക്കി കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന നിലയിലുള്ള നിയമം വേണമെന്ന് നമ്മുടെ ആൾക്കാരെല്ലാം പറയുകയും ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസങ്ങളെല്ലാം പറയുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഈ പറയുന്ന 8 വർഷത്തോളം ഒരു പ്രത്യേക അല്ലെങ്കിൽ ആരോപിതനായ ഒരാൾ വളരെ ബോധപൂർവമായിട്ട് നിയമ സംവിധാനത്തെ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലയിൽ. ഇത് ഈ കോടതികൾ കണ്ടിട്ടില്ല, നമ്മുടെ സിവിൽ സൊസൈറ്റിയും കണ്ടിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മൾ പറയുന്ന ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന, സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആക്ടിവിസ്റ്റുകളും ഇത്തരം ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത്. വേറൊരു കാര്യം കൂടി, ഇപ്പം അഡ്വക്കേറ്റ് രാമൻ പിള്ളയ്ക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് ജൂനിയർ വക്കീലന്മാരുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെർ സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങളാണ് ദിലീപ് കൊടുക്കുന്നത്. ഈ കേസ് കൊണ്ട് എന്തായാലും ദിലീപിൻ്റെ കുറേ കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ മറുഭാഗത്ത് പ്രോസിക്യൂഷൻ 2 പ്രോസിക്യൂട്ടർമാർ ഇതിന്ന് കൈയൊഴിഞ്ഞു പോയി. പിന്നെ വന്ന് അജയ്കുമാർ സാറ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്ന് കൊച്ചിയിൽ വന്ന് വാദിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സർക്കാർ കൊടുക്കേണ്ട ചില സൗകര്യങ്ങളുണ്ടല്ലോ, വാദിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കേണ്ട കുറേ സൗകര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ എളുപ്പത്തിൽ രാമൻ പിള്ളയ്ക്ക് വാദിച്ച് ജയിച്ച ഒരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പവർ സ്ട്രക്ചർ ആണല്ലോ സാർ, മണിയും പവറും പൊസിഷനും ഒക്കെ തന്നെയാണ് ഇതാക്കിയിട്ടില്ല സാർ. ഇതിൽ പറഞ്ഞാൽ ഒരു കാര്യം, സിവിൽ സൊസൈറ്റിയിൽ വെൻ വി സീ ദാറ്റ് വൺ സൈഡിൽ കുറ്റാരോപിതൻ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുമ്പം അപ്പുറത്ത് വളരെ അഫക്റ്റഡ് ആയിട്ടുള്ള അസോൾട്ടഡ് ആയിട്ടുള്ള ആക്ട്രസ് വളരെയധികം സർവൈവറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന ആളുടെ സിനിമകളുടെ ഒരു ഹിറ്റ് റേറ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ we cannot completely say that സമൂഹം മൊത്തത്തിൽ അതിൽ വളരെ ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ വളരെ സാധാരണക്കാരായ മനുഷ്യര് സിനിമ കാണുന്നത് നിർത്തി എന്നുള്ളതാണ്. അത് ആ നിലയിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അവരുടെ സിനിമ ആസ്വാദനത്തിന്റെ നിലവാരം ഉയർന്നിട്ടുണ്ട്. സിനിമകൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് കോവിഡിന്റെ ഒക്കെ ശേഷമുള്ള സിനിമകളില് ഇയാളുടെ സിനിമകൾ ഇപ്പം ടെലിവിഷനിൽ വന്നാൽ തരത്തിലുള്ള ഒരു ഫീലിംഗ്. ഞാൻ പറയണത് ഒരുപക്ഷെ ഈ കേസ് മുകളിൽ അപ്പീൽ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഫീലിങ്ങിന് ഇനി എങ്ങനെയായിരിക്കും കൂടുതൽ വളർത്തുക എന്നുള്ളതായിരിക്കും. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതരം ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് സർ. യു സീ തിങ്സ് ഫോർ, ഈ ഗീബൽസ് പറഞ്ഞ പോലെ ഒരു നുണ 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്നുള്ളത്. അപ്പം ഈ നറേറ്റീവിനെ ഇപ്പം സാറ് തന്നെ എന്നോട് രാവിലെ പറഞ്ഞ പോലെ മീഡിയ ഒരു സൈഡിൽ ട്രയൽ നടത്തുന്ന അതേ സമയത്ത് ഒരു പറ്റം ആൾക്കാർ ഇപ്പുറത്ത് നിന്ന് ഈ പറയുന്ന കുറ്റാരോപിതന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും വളരെ മ്യൂച്വലി PR ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഇനി അങ്ങോട്ട് there will be lot of things that will be planned, including his movies, next movies release, ട്രെയിലർ റിലീസും അതിൻ്റെ റിലീസും അതിൽ ഈ പറയുന്ന മലയാളത്തിലെ സൂപ്പർ താരത്തിൽ ഒരാൾ പിന്നെ അഭിനയിക്കുന്നുണ്ട് മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇനിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവും, ആ ഒരു ക്യാമ്പയിൻ ഉണ്ടാവും. അത് 8 വർഷത്തിൻ്റെ നഷ്ടങ്ങളെ നികത്താൻ മാത്രമുള്ള പൈസ ഒഴുക്കിയിട്ടുള്ള ക്യാമ്പയിനുകളാണെങ്കിൽ മലയാളികൾ വീണ്ടും തിരിച്ചു
ഏതാണ്ട് അഗ്നിശുദ്ധി വരുത്തി വന്ന നായകനായിട്ട് അദ്ദേഹം നായകനായിട്ട് തിരിച്ചു തിരിച്ചു വരും. ബബ്ബയുടെ ടീസറിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ട്രെയിലറിന്റെ റിലീസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിധിക്ക് ശേഷം ട്രെയിലർ റിലീസ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് അല്ല, എനിക്ക് തോന്നുന്നത്. കനലെരിഞ്ഞിട്ടില്ല, അടങ്ങിയിട്ടില്ല, അതിന് മുന്നേ കയറി വരുന്നൊക്കെ ആയിരിക്കും.